ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPM. കണ്ണൂർ പാനൂരിലെ ഷൈജു, സുബീഷ് എന്നിവർക്കായി നിർമ്മിച്ച മന്ദിരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 22-ന് ഉദ്ഘാടനം ചെയ്യും. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. RSS അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരാണെങ്കിലും CPM അവരെ കൈവിടില്ല. ഏറ്റെടുക്കാൻ ഏത് കോട്ടാലത്തുകാരൻ വരാനാ? ഞാൻ തയ്യാറാണ് സാർ. പാർട്ടിക്കവർ രക്തസാക്ഷികളാണ്. സാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. സ്മാരക മന്ദിരത്തിനായി CPM നേരിട്ട് പിരിവ് നടത്തി. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയായിരുന്നു പൊട്ടിത്തെറി. സ്ഫോടനത്തിൽ ഷൈജു, സുബീഷ് എന്നിവരാണ് മരിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ. പതിവ് പോലെ ആദ്യം പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു പ്രതികരണം. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൂടാ. നമുക്ക് എല്ലാറ്റിലും വലിയ പാർട്ടിയാണ്. രണ്ട് പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധമുള്ളൊരു സംഭവമല്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാര്യത്തിലില്ല. എന്നാൽ തൊട്ടടുത്ത വർഷം ഇരുവർക്കും രക്തസാക്ഷിത്വ പരിവേഷം നൽകി. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഒരു മാസം മുമ്പ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ ഷെറിൽ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ വഴിയില്ലോ. CPM-ന് പങ്കില്ലെന്നായിരുന്നു നേതാക്കളുടെ പതിവ് പ്രതികരണം. സ്വാഭാവികം. ഒരു ബന്ധമില്ല. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ്. പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അല്ലെ പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ? ആദ്യം തള്ളി പറയുമെങ്കിലും പാർട്ടി പിന്നീട് സംരക്ഷണം ഒരുക്കുന്നതാണ് നാളിതുവരെയുള്ള ചരിത്രം. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.